കേട്ടില്ലേ സൗണ്ട്? സംഭവമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിക്കാനൊരു മൂഡില്ല. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് പൗഡർ കൊണ്ട് ഒരു കുക്കീസാണ്. നമ്മുടെ ബേക്കറിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു മഞ്ഞ കളറിലെ കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റ്, അതുപോലത്തെ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കും ഒന്ന് നടക്കുന്നത്, വേറെ ഒന്നായിരിക്കുമല്ലോ. അതേത് തന്നെയാണ് ഇവിടെ നിന്ന് സംഭവിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ മെൽറ്റഡ് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഞാൻ നോർമൽ സ്പീഡിലുള്ള വീഡിയോ ഇട്ടാലും നിങ്ങൾ അതിനെ സ്പീഡിലാക്കിയിട്ട് 2x സ്പീഡിലൊക്കെ അത് കാണുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് നന്നൊരു ഫ്ലഫി പരുവമാവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കുക്കീസിൻ്റെ വീഡിയോ ഞാൻ പണ്ടൊരു യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ഉച്ചനേരത്ത് എനിക്കത് ഓർമ്മ വന്നപ്പോൾ എന്നാൽ പിന്നെ കൈയോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണോ. സംഗതി പാളിപ്പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കെന്തോ എവിടെയോ തകരാറ് പോലെ എനിക്ക് തോന്നി. അത് എനിക്ക് മാത്രം തോന്നലാണോ, നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 2ഉം 3ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിലവർ കുക്കീസിൽ ഉപ്പിടുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ബട്ടറിൽ കുറച്ച് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉപ്പിടാതിരുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പുട്ടിൻ്റെ പൊടി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് പഞ്ചസാര ബാക്കിയുണ്ടായിരുന്നു, അതിന് ഞാൻ ഇതിലേക്ക് കൊട്ടി കളയണ്ടല്ലോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിതിനെ കട്ടിയാക്കി എടുക്കാമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നത്. നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ഇങ്ങനെ കേക്കിന് മേലെ ടോപ്പിങ്സ് ഡിസൈൻ ചെയ്യാനുള്ള കുറേ സാധനങ്ങളും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ ആയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് മാവ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗിനേക്ക് ഇട്ടിട്ട് ഒരു കുക്കീസ് ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നു. ഞാൻ അങ്ങനെ പെട്ടെന്നൊരു കൈവിട്ട കളിയിൽ ഞാൻ അതൊക്കെ നിറച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കി. ആ പണ്ടത്തെ കുഞ്ഞു കുഞ്ഞു ഷേപ്പിലുള്ള കുക്കീസാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ മൊത്തം പീച്ചി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു അപാകത തോന്നിയിട്ടോ ഗൈസ്. അപ്പം ഞാൻ വീണ്ടും ഇനിയിപ്പോൾ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചു. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെയാണ് മക്കളെ തോന്നിയത്. അപ്പോൾ നമ്മൾ ഈ കുക്കീസ് എല്ലാം ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. പണ്ട് ഞാൻ ആ ബേക്കറിയിലൊരു 90s കിഡ്സിനൊക്കെ അത് ഓർമ്മയുണ്ടാവും, ഒരു മഞ്ഞ കളറിലുള്ളൊരു കോയിൻ പോലത്തെ ഉള്ളൊരു ബിസ്ക്കറ്റ്. ഇപ്പോഴാണ് ഞാനത് ഓർത്തത്. എനിക്ക് ആ ബിസ്ക്കറ്റ് അത്ര ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ഞാൻ എന്തിനിത് ഉണ്ടാക്കി, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സംഗതി ബേക്ക് ചെയ്തെടുത്തപ്പോൾ ബിസ്ക്കറ്റ് പോലെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഒരുപാട് മധുരം കൂടിപ്പോയ പോലെ തോന്നി. എനിക്കത് കഴിക്കാനേ തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.